ഹായ്, ഞാൻ ദീപ. ഇപ്പൊ നമ്മുടെ എല്ലാവരുടെയും പരിചയത്തില് ഒരു LIC ഏജന്റ് അല്ലെങ്കിൽ ഒരു SBI ലൈഫ് ഇൻഷുറൻസ് ഏജന്റ്, അതും അല്ലെങ്കിൽ ഒരു ചിട്ടി കമ്പനി നടത്തുന്ന ആള്, അല്ലെങ്കിൽ ചിട്ടി നടത്തുന്ന ആള്, ചിട്ടി കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ആള്, അതും അല്ലെങ്കിൽ പുതിയതായിട്ട് പ്രൈവറ്റ് ബാങ്കിൽ ജോയിൻ ചെയ്തിട്ട് ടാർജറ്റ് തികയ്ക്കാനായിട്ട് ഓടി നടക്കുന്ന ആൾക്കാർ, ഇങ്ങനെ ആരെങ്കിലൊക്കെ നമുക്ക് പരിചയം ഉണ്ടാവും അല്ലെ. എന്നിട്ട് അവരുടെ ഒരു നിസ്സഹായ അവസ്ഥ അല്ലെങ്കിൽ അവരോട് ഒരു സിമ്പതി തോന്നിയിട്ട് കുറെയെങ്കിലും ആൾക്കാര് ഒന്നോ രണ്ടോ ചിട്ടിക്കോ അല്ലെങ്കിൽ ഒരു പിടി പോളിസീസോ ഒക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടാവാം. ഒന്നെങ്കിൽ ചെറിയ ചെറിയ പോളിസീസ് ആവാം. പിന്നെ ഈ ബാങ്കിന്റെ ടാർഗറ്റ് തികയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇഷ്ടമില്ലാത്ത അല്ലെങ്കിൽ നമുക്ക് അതിനെപ്പറ്റി യാതൊരു ഐഡിയ ഇല്ലാത്ത ഇവരെ മാത്രം വിശ്വസിച്ചിട്ട് പോയിട്ട് തലവെച്ച് കൊടുത്തിട്ടുണ്ടാവും. അങ്ങനെ ഒത്തിരി ഒത്തിരി എക്സാമ്പിൾസ്. ഇതിനോടൊപ്പം തന്നെ ചേർത്ത് വായിക്കേണ്ട കാര്യങ്ങളാണ് നമുക്ക് ഇപ്പം സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് വഴി നമുക്ക് പ്രൊമോട്ടായി വരുന്ന കുറെ അധികം ആപ്പുകൾ, അതായത് ക്യാഷ് ഏൺ ചെയ്യാം എന്ന് പറഞ്ഞിട്ടുള്ള, ഗെയിം കളിച്ച് ക്യാഷ് ഉണ്ടാക്കാം അല്ലെങ്കിൽ പ്രെഡിക്റ്റ് ചെയ്ത് ക്യാഷ് ഉണ്ടാക്കാം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറെ ആപ്സ് വരുന്നുണ്ട്. അല്ലെങ്കിൽ സ്റ്റോക്സ് ആൻഡ് മ്യൂച്വൽ ഫണ്ട്സിൽ തന്നെ ഇതിൽ ഇത്ര എമൗണ്ട് ഇട്ട് കഴിഞ്ഞാൽ അടുത്ത മാസം ആകുമ്പോൾ ഇരട്ടിക്കും എന്ന് പറഞ്ഞുള്ള സജഷൻസ് കണ്ടിട്ട് അത് ഒന്ന് പരീക്ഷിച്ച് നോക്കി കൈപൊള്ളിയിരിക്കുന്നവരുണ്ടാവാം. അപ്പോൾ ഈ തരം ആൾക്കാർ അല്ലെങ്കിൽ ബാക്കിയുള്ളവരുടെ മാനിപ്പുലേഷനിലോ അല്ലെങ്കിൽ ബാക്കിയുള്ളവരോടുള്ള സിമ്പതി കാരണമോ വീണ് പോയി കൈപൊള്ളിയിരിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ളതാണ്, അല്ലെങ്കിൽ അങ്ങനെ വീഴാൻ ചാൻസ് ഉള്ളവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഇന്നത്തെ വീഡിയോ. ഒരാളെ സഹായിക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഇച്ചിരി ക്യാഷ് പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാമെന്ന് ആരെങ്കിലും പറയുന്നത് കേട്ടിട്ട് ഒരു കാര്യത്തിലേക്ക് എടുത്തു ചാടുന്നതോ ഏത് ഒരു സാഹചര്യത്തിലും അതൊരു മണ്ടത്തരം മാത്രമാണ്. പ്രത്യേകിച്ചും ഫിനാൻഷ്യൽ അല്ലെങ്കിൽ ക്യാഷ് സംബന്ധമായ ഇടപാടുകൾ വേറൊരാളുടെ സജഷൻ അല്ലെങ്കിൽ വേറൊരാൾ പറഞ്ഞിട്ട് നമ്മൾ ചെയ്യാന്ന് പറയുന്നത് എപ്പോഴും റിസ്ക് ആണ്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഏൺ ചെയ്ത ഒരു 10 രൂപ, അതിപ്പം വഴി കൂടെ പോകുന്ന ഒരാള് പറയാണ് ഇയാൾ പാവപ്പെട്ട ആളാണ്, ഇയാൾക്ക് ഒരു 10 രൂപ കൊടുത്തേക്കെന്ന് പറഞ്ഞാൽ നമ്മൾ അയാൾ പറയുന്നത് കൊണ്ടോ അല്ലെങ്കിൽ നമ്മളുടെ ഇമോഷൻസിന്റെ കയറ്റിറക്കങ്ങൾ കൊണ്ടോ അല്ല ഒരു തീരുമാനം എടുക്കേണ്ടത്. നമുക്ക് സ്വയം ബോധ്യപ്പെടുകയാണെങ്കിൽ മാത്രമാണ് നമ്മൾ ആ ക്യാഷ് കൊടുക്കേണ്ടത്. ഇത് ഒരു എക്സാമ്പിൾ പറഞ്ഞതാണ്. അതിപ്പോ ഒരു സ്ഥലം മേടിക്കുന്ന കാര്യമായാലും ഒരു സാരി മേടിക്കുന്ന കാര്യമായാലും നമുക്ക് ബോധ്യപ്പെടണം, എങ്കിൽ മാത്രമേ നമ്മൾ അതിൽ ഇൻവെസ്റ്റ് ചെയ്യോ അല്ലെ ചെലവാക്കുകയോ ചെയ്യാവുള്ളൂ. അല്ലാതെ വേറൊരാൾ പറയുന്നത് കേട്ട് ക്യാഷ് പ്രത്യേകിച്ചും ചെലവാക്കരുത്. നമുക്ക് ബോധ്യപ്പെടണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യക്തമായി നമുക്ക് മനസ്സിലാവണം എന്താണ് നമ്മൾ ചെയ്യാൻ പോകുന്നതെന്നുള്ളത്. അതായത് ഇപ്പം ഈ സുഹൃത്ത് പറയുന്ന ഈ ഒരു പ്ലാനിൽ ചേരുന്നത് കൊണ്ട് എനിക്ക് എന്തെങ്കിലും ഗുണമുണ്ടോ? ഒത്തിരി കണക്കും കാര്യവും ഒക്കെ പറയുന്നു, ശരിക്കും എനിക്കതിൽ ഗുണമുണ്ടോ? അല്ലെങ്കിൽ ഈ LIC പോളിസി മറ്റു പല LIC പോളിസികളിനേക്കാളും എന്താണ് വ്യത്യാസം ഉള്ളത്? നമുക്ക് ഇതിന്റെ ഒരു ആവശ്യം ഉണ്ടോ? അതോ നേരത്തെ ഉള്ളതൊക്കെ തന്നെ മതിയോ? അല്ലെങ്കിൽ ചിട്ടിക്ക് ചേരുക, ഈ ചിട്ടി ഒരാളോടുള്ള സഹതാപത്തിന്റെ പുറത്തോ അല്ലെങ്കിൽ അയാൾ നിർബന്ധിച്ചിട്ടോ നമ്മൾ ചേരുന്നതായിരിക്കാം. പക്ഷെ ഈ ചിട്ടി നമുക്ക് അയാൾക്ക് 2 ദിവസത്തെ കാര്യമേ ഉള്ളൂ നമ്മളെ സമ്മതിപ്പിക്കാനായിട്ട്. പക്ഷെ നമ്മൾ ചിലപ്പോ അത് 20 മാസത്തേക്കോ 24 മാസത്തേക്കോ അല്ലെങ്കിൽ പോട്ടെ 10-12 മാസത്തേക്കാണെങ്കിൽ പോലും നമുക്കത് അടച്ചു തീർക്കാൻ പറ്റുമോ? അന്നേരം നമ്മൾ ഞെരുങ്ങോ? അടുത്തടുത്ത മാസങ്ങളിൽ അതിന് വേണ്ടിയിട്ട് നമ്മൾ കടം മേടിക്കേണ്ടതായിട്ട് വരുമോ? ഇതെല്ലാം ആലോചിച്ച് ബോധ്യപ്പെട്ടിട്ട് വേണം ഒരു കാര്യത്തിൽ ഇറങ്ങിത്തിരിക്കാനായിട്ട്. വേറൊരാൾ നിർബന്ധിക്കുന്നു അല്ലെങ്കിൽ അയാളോട് നോ പറയാൻ പറ്റുന്നില്ല എന്നതുകൊണ്ട് നമ്മൾ പോയി കുഴിയിൽ ചാടരുത്. ഇതുപോലുള്ള കാര്യങ്ങൾ വരുമ്പോ അതിന് നമുക്ക് വ്യക്തമായ ഒരു ധാരണയുണ്ടെങ്കിൽ നമുക്ക് ഇതിനെയൊക്കെ ഒന്ന് ചെറുത്ത് നിൽക്കാനായിട്ട് പറ്റും. അതിന് പ്രത്യേകിച്ച് നമുക്ക് വേണ്ടത് ഒരു ഫിനാൻഷ്യൽ ഗോൾ ആൻഡ് പ്ലാൻ ആണ്. അതായത് നമുക്ക് വ്യക്തമായിട്ട് അറിയണം നമുക്ക് കിട്ടുന്ന ഒരു സാലറിയിൽ നിന്ന് നമ്മൾ ഇന്ന ഗോൾസ് ആണ് നമുക്കുള്ളത്. നമുക്കിപ്പോ നമ്മൾ ലോൺ ഇല്ലാണ്ട് കാർ മേടിക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിന് വേണ്ടിയിട്ട് നമുക്ക് മിച്ചം പിടിക്കുകയോ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുകയോ ഒക്കെ ചെയ്യാം. ഇല്ല, നമ്മൾ ലോൺ എടുത്താണ് ഒരു കാർ മേടിക്കാൻ പോകുന്നതെങ്കിൽ ഇനി അടുത്തടുത്ത മാസങ്ങളിൽ അത്രയും എമൗണ്ട് നമുക്ക് EMI ആയിട്ട് പോകാൻ ചാൻസ് ഉണ്ട്, ഒരു ധാരണയുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഇപ്പൊ ഇൻഷുറൻസ് പോളിസീസ് ആണെങ്കിലും ടേം പ്ലാൻസ് ആണെങ്കിലും മ്യൂച്വൽ ഫണ്ട്സ് ആണെങ്കിലും അതുമല്ല FD RD പോലുള്ള പ്രോഡക്ട്സിലാണെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് ഓരോ ഗോളിനെ ബേസ് ചെയ്തിട്ടായിരിക്കുമല്ലോ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് വെക്കുന്നത്. ഇപ്പം മകളുടെ കല്യാണത്തിന് വേണ്ടിയിട്ട് നമ്മൾ സേവ് ചെയ്യുന്നു, അതൊക്കെ ഓരോരോ സെറ്റ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ്സ് ആണ്. അപ്പൊ അത് നമുക്ക് കൃത്യമായ ധാരണയുണ്ട്. നമ്മുടെ സാലറിയിലെ ഇത്രയും എമൗണ്ട് ഇന്ന രീതിക്ക് പോകും, ബാക്കി കുറച്ച് എമൗണ്ട് ആണ് നമുക്ക് ചെലവാക്കാനായിട്ടുള്ളത്. അതിൽ തന്നെ നമുക്ക് ടൂറും അങ്ങനെയുള്ള എന്റർടൈൻമെന്റ് ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിനൊരു സെപ്പറേറ്റ് ഫണ്ട്. ഇങ്ങനെ നമ്മളൊരു ബാലൻസ്ഡ് ആയിട്ട് നിൽക്കുവാണ്. ഇതിനകത്ത് നമുക്കറിയാം എന്നെ പൈസയാണ് എവിടോട്ട് പോകുന്നത് എന്നറിയാമെങ്കിൽ ഇതുപോലെ പുറത്തുനിന്ന് ഒരാള് വന്നിട്ട് പറയുമ്പോൾ നമുക്ക് കറക്റ്റ് ആയിട്ട് പറ്റില്ല എന്ന് പറയാം. കാരണം നമ്മുടെ കയ്യിൽ ഇല്ല. നമ്മൾ ഇനി അയാളോടുള്ള സിമ്പതിയുടെ പുറത്തോ അയാളോട് സ്നേഹത്തെ പുറത്തോ നമ്മൾ ആ ഒരു പ്ലാൻ എടുക്കുകയാണ്, നമ്മൾ അതിന് പേയ്മെന്റ് ചെയ്യാമെന്ന് കരുതുകയാണെങ്കിൽ അയാൾക്ക് അത് 2-3 ദിവസത്തെ പരിപാടിയുള്ളൂ നമ്മളെ കൺവിൻസ് ചെയ്യിക്കാൻ. പക്ഷെ നമ്മളത് ചിലപ്പോൾ 10-20 വർഷം അല്ലെങ്കിൽ കുറച്ചധികം മാസങ്ങൾ നമ്മളൊന്ന് ഞെരുക്കത്തിലാവും. കാരണം നമ്മുടെ കംപ്ലീറ്റ് ബാലൻസ് തെറ്റും.
നമ്മളുടെ നേരത്തെ ഉള്ള ഗോൾസ് ആൻഡ് പ്ലാൻസിൽ വരുന്ന ആ ഒരു ബാലൻസ് അങ്ങോട്ട് തെറ്റും. അപ്പൊ നമുക്ക് വരുന്ന റിക്വസ്റ്റ് നമ്മളുടെ ഗോൾസ് ആൻഡ് പ്ലാൻസിനെ അതുമായിട്ട് അലൈൻഡ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻസോ അല്ലെങ്കിൽ കാര്യങ്ങളോ ഒക്കെ ആണെങ്കിൽ മാത്രം നമ്മൾ സ്വീകരിക്കുക. ഇല്ലെങ്കിൽ കറക്റ്റ് ആയിട്ട് പറ്റൂല എന്ന് പറയാ. പറ്റൂല എന്ന് വളരെ കാരണസഹിതം നമുക്ക് ബോധ്യപ്പെടുത്താം. ഇതാണ് കാര്യം, ഇത് കഴിഞ്ഞാൽ ഞാൻ ഞെരുങ്ങും, അപ്പം എനിക്കിത് പറ്റത്തില്ല, സോറി, പറഞ്ഞു തീർക്കാവുന്ന കാര്യമുള്ളൂ. അല്ലാതെ നമുക്ക് ക്ലിയർ കട്ട് ഒരു ഐഡിയ ഇല്ലെങ്കിൽ നമുക്ക് നോ പറയുന്നതിലും ഒരു ഗിൽറ്റ് ഫീലിംഗ് ഉണ്ടാവും. ക്ലിയർ ആയിട്ട് നമുക്കറിയാം ഇതുമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്കത് നോ പറയുകയും ചെയ്യാം. അപ്പൊ ഇത് ഇങ്ങനെ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ സാലറി ഒക്കെ കിട്ടി തുടങ്ങി അല്ലെങ്കിൽ ഏൺ ചെയ്ത് തുടങ്ങിയ ഒരു സമയത്ത് എനിക്കും ഇതിനെപ്പറ്റി വലിയ ഐഡിയ ഒന്നും ഇല്ലായിരുന്നതുകൊണ്ട് നമ്മുടെ കയ്യിൽ കുറച്ചധികം ക്യാഷ് ഉണ്ട്. അന്നേരം നമുക്ക് പരിചയക്കാരെല്ലാം വരും, ബന്ധുക്കളുണ്ട്, പരിചയക്കാരുണ്ട്, അവരുടെയൊക്കെ പല സജഷൻസ് അല്ലെങ്കിൽ റിക്വസ്റ്റുമായിട്ട് വരും. എടി ഈ ഒരു LIC പോളിസിക്ക് ചേര്, അല്ലെങ്കിൽ ഈ ഒരു ചിട്ടിക്ക് ചേര് എന്ന് പറയുമ്പം നമ്മൾ കണ്ണുടച്ച് അതിനൊക്കെ ചേരും. പക്ഷെ ഒരു സമയം കഴിഞ്ഞ് ശരിക്കും ഇതിനെ പറ്റിയൊക്കെ പഠിച്ചു കഴിയുമ്പോൾ ആണ് നമുക്ക് മനസ്സിലാവുന്നത് LIC പോളിസി എന്ന് പറയുന്നത് ഇന്ന ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. നമ്മൾ ഒരു ഫ്യൂച്ചർ പ്ലാൻ എന്ന് പറയുമ്പോഴത്തേക്കും വേറൊരു പ്രോഡക്റ്റ് ആണ് എടുക്കേണ്ടത്. ഫിനാൻഷ്യൽ പ്രോഡക്ട്സ് എന്ന് പറയുമ്പോൾ FD ആവാം, ഗോൾഡ് ആവാം, RD ആവാം, മ്യൂച്വൽ ഫണ്ട് ആവാം, സ്റ്റോക്സ് ആവാം, അങ്ങനെ. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഓരോ പ്രോഡക്ട്സിനും ഓരോ ഫംഗ്ഷൻസ് ഉണ്ട്. FDക്ക് ഒരു ഫംഗ്ഷൻ ഉണ്ട്, ചിട്ടിക്ക് ഒരു ഫംഗ്ഷൻ ഉണ്ട്, നമ്മൾ മ്യൂച്വൽ ഫണ്ട്സിന് ഒരു ഫംഗ്ഷൻ ഉണ്ട്. അപ്പം ഓരോ ആവശ്യങ്ങൾ, നമ്മുടെ ആവശ്യം ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഇന്ന പ്രോഡക്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്യണോ, അത് എത്ര രൂപ വെച്ച് ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ളതിനെ പറ്റിയിട്ട് ഒരു ഐഡിയ നമുക്ക് മനസ്സിലാവുന്നത്. അപ്പൊ അങ്ങനെ ഒരു ഐഡിയ ഉണ്ടായി നമ്മുടെ ഫിനാൻഷ്യൽ പ്ലാൻ ഒക്കെ സെറ്റ് ചെയ്യാൻ തുടങ്ങി, അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് നോക്കിയപ്പോൾ അനാവശ്യമായിട്ട് കുറെ അധികം പോളിസീസും നമ്മുടെ ഇതുമായിട്ട് അലൈൻഡ് ആവാത്ത കുറെ അധികം വേറെ ഇൻവെസ്റ്റ്മെന്റ്സും നമ്മൾ നടത്തിപ്പോയി. ഒരു സമയം കഴിഞ്ഞപ്പോൾ എന്റെ ജോലി പോയി കഴിഞ്ഞപ്പോഴത്തെ ഈ അടച്ചോണ്ടിരുന്ന LICs കംപ്ലീറ്റ് ഞാൻ നിർത്തി. നമുക്കൊന്നും ചെയ്യാൻ പറ്റാണ്ടായിപ്പോയി. അപ്പം ഇതെന്നൊക്കെ പറയുന്ന ഒരു ലോങ് ടേം കമ്മിറ്റ്മെന്റ് ആണ് കൂടുതലും LIC പോളിസീസ് ഒക്കെ. അപ്പൊ എന്താ 10, 20, 24 വർഷത്തേക്കൊക്കെ എടുത്തിട്ട് ആകെപ്പാടെ 5, 6 വർഷം അടച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും കംപ്ലീറ്റ് പിന്നെ നമുക്ക് അടയ്ക്കാൻ പറ്റാണ്ടായിപ്പോയി. അത് സറണ്ടർ ചെയ്യാന്ന് പറഞ്ഞാൽ ഇതിൽ പരം നഷ്ടം വേറെ ഇല്ല. അതുകൊണ്ട് എന്ത് ചെയ്തു, അത് അങ്ങനെ തന്നെ ഇട്ടേച്ചു. ഇനി ഒരു 20 വർഷം കഴിഞ്ഞിട്ടൊക്കെ നമുക്ക് എടുക്കാമെന്നൊക്കെയാണ് അവർ പറയുന്നത്. അതിനെപ്പറ്റി എനിക്ക് കൂടുതൽ ധാരണയൊന്നുമില്ല. സെയിം ഗോസ് വിത്ത് ചിട്ടി. ചില ചിട്ടിയൊക്കെ ചേർന്നിട്ട് എനിക്ക് പിന്നെ അടയ്ക്കാൻ പറ്റാണ്ടായിട്ട് പിന്നെ അനിയന്റെയുടെ ഒക്കെ ഹെൽപ്പ് എടുത്ത് അവർക്കും കൂടെ ഒരു ഇതെടുത്ത് നമുക്ക് മുന്നോട്ട് പോകേണ്ടതായിട്ട് വന്നു. അപ്പം അതിൽ നിന്നൊക്കെ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, നമുക്ക് ക്ലിയർ കട്ട് ഒരു ഐഡിയ വേണം ഇന്ന കാര്യത്തിലാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഇൻവെസ്റ്റ്മെന്റ് ആണെങ്കിൽ ഓക്കെ. ഇപ്പൊ ഇന്നലെ ആണെങ്കിൽ കൂടെ നമ്മുടെ ബാങ്കിൽ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു ഒരു യൂലിപ്പ് പ്ലാൻ. അതിന്റെ ബെനിഫിറ്റ്സ് ഇതാണ്, കുറെ കണക്കും കാര്യമൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് ഇതിന്റെ ആവശ്യമില്ല, എന്നാലും കേട്ട് നോക്കൂ, ഇത് നല്ലതായിരിക്കും, മക്കൾക്ക് വേണ്ടിയിട്ട് എടുക്കൂ. മക്കൾക്ക് വേണ്ടിയിട്ട് എടുക്കണോ വേണ്ടയോ എന്നൊക്കെ ഉള്ളത് നമ്മുടെ തീരുമാനമാണ്. അത് വേറൊരാൾ അടിച്ചേൽപ്പിക്കേണ്ട കാര്യമല്ല. അതുപോലെ കുറെ ബെനിഫിറ്റ്സും കാര്യങ്ങളും ഒക്കെ പറഞ്ഞു. ആ ബെനിഫിറ്റ്സിന് തക്ക രീതിയിലുള്ള കാര്യങ്ങൾ നമ്മൾ വേറെ ചെയ്തിട്ടുണ്ട്. അത് ഇങ്ങനെ വിളിക്കുന്ന ഒരാളോട് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യവും. അപ്പം അങ്ങനെയുള്ള ഈ ഒരു ഭയങ്കര ആധികാരികമായിട്ട് സംസാരിക്കുമ്പോൾ നമുക്ക് നോ പറയാനും പറ്റത്തില്ലാത്തൊരവസ്ഥയിലാണ് മിക്കവരും ഇതിൽ ചെന്ന് എന്തെങ്കിലും ആവട്ടെ, ഇനി നമുക്ക് ബോധ്യം ഇല്ലാതെ നമുക്ക് അതിനെപ്പറ്റി വിവരം ഇല്ലെന്ന് ഇവര് വിചാരിക്കുവോ എന്നൊക്കെയുള്ള പല ഇമോഷണൽ ഇമോഷണൽ ആയിട്ടുള്ള ഒരു കയറ്റിറക്കങ്ങൾ കാരണമാണ് നമ്മളെപ്പോഴും ഇതിനൊക്കെ പോയി ചെന്ന് ചാടുന്നത്. അപ്പോൾ എന്റെ അനുഭവത്തിൽ നമുക്ക് ക്ലിയർ ആയിട്ട് ഒരു ഐഡിയ ഉണ്ട്, നമ്മൾ ഇന്ന കാര്യങ്ങളിലാണ് ഫോക്കസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ നമുക്ക് LICs ഒന്നും ഇത്രയും വേണ്ട, അല്ലെങ്കിൽ യൂണിറ്റ് ലിങ്ക്ഡ് പ്ലാൻസ് ഒന്നും എനിക്ക് ഇത്രയധികം വേണ്ട, എനിക്ക് അതിനേക്കാൾ ബെനിഫിറ്റ് ഉള്ളത് ഇതാണ്, അപ്പൊ എന്റെ ഒരു പ്ലാൻ ഇതാണ് എന്നൊക്കെ പറഞ്ഞ് കൃത്യമായി നമുക്കൊരു ധാരണയുണ്ടെങ്കിൽ നമ്മൾ ഇതിനോടൊക്കെ ഒന്ന് ചേർത്ത് നീക്കാനായിട്ട് പറ്റും. പിന്നെ അടുത്ത് പറയാനുള്ളത്, നമ്മളോട് എപ്പോഴും ഈ സംസാരിക്കാൻ വരുന്നവര് ചിലർക്ക് ഇതിനെപ്പറ്റി വ്യക്തമായ ധാരണ കാണും, ചിലർക്ക് ഇതിനെപ്പറ്റി ഒരു ഐഡിയയും കാണത്തില്ല. ഇതിന്റെ മാളിലുള്ള കുറച്ച് ആൾക്കാർ പറയുന്ന കുറച്ച് ടേംസും കാര്യങ്ങളും ഒക്കെ വെച്ചിട്ടായിരിക്കും അവർ വന്ന് പറയുന്നത്. അപ്പം ചെറിയൊരു കാലയളവിൽ ഇത്ര റിട്ടേൺ കിട്ടും, ഭയങ്കര കണക്കും കാര്യങ്ങളും ഒക്കെ പറയുമ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലായില്ലെങ്കിൽ മനസ്സിലായില്ല എന്ന് തന്നെ പറയാം. എന്നിട്ട് വീണ്ടും നമ്മൾ ഇനി അതിൽ ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ തന്നെ അവർ പറയുന്ന ഡേറ്റാസും കാര്യങ്ങളും വെച്ചിട്ടല്ല, നമുക്ക് ഒത്തിരി വേറെ സോഴ്സസ് ഉണ്ട്. അത് നോക്കി കൃത്യമായിട്ട് അസസ് ചെയ്ത് നമുക്ക് ഓക്കെ ആണെങ്കിൽ മാത്രമേ ഇൻവെസ്റ്റ് ചെയ്യാവുള്ളൂ. അവരുടെ ഡിസിഷനോ അവരുടെ റെക്കമെൻഡേഷനോ അവരുടെ കണക്കുകളോ നമ്മൾ വിശ്വസിക്കേണ്ടതില്ല, അല്ലെങ്കിൽ കണക്കിലെടുക്കേണ്ടതില്ല. നമ്മൾ തന്നെ അതിനെപ്പറ്റി ഒന്ന് എഡ്യൂക്കേറ്റ് ചെയ്യണം. സെയിം അതുപോലെ എല്ലാ ഈ ഫിനാൻഷ്യൽ പ്രോഡക്ട്സിനെ പറ്റിയിട്ടും അറിവുണ്ടായിരിക്കണം. എന്തിനൊക്കെയാണ് ഓരോരോ പ്രോഡക്ട്സ് യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ യൂണിറ്റ് ലിങ്ക് പ്ലാൻസ് എന്ന് പറയുമ്പോഴത്തേക്കും ഏതിലൊക്കെയാണ് അത് ഇൻവെസ്റ്റ് ചെയ്യുന്നത്, മ്യൂച്വൽ ഫണ്ട്സ് എന്ന് പറയുമ്പോൾ അതിൽ ഏതൊക്കെ കാര്യത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്, FD എന്ന് പറയുമ്പോൾ അതിന്റെ ഒരു പരമാവധി പലിശ എത്രയാണ്. അപ്പം ചിലർ ഇത് കമ്പയർ ചെയ്തിട്ട് ഭയങ്കരമായിട്ട് അങ്ങോട്ട് ഭയങ്കര വാക്ചാതുര്യം കൊണ്ട് നമ്മൾ വാ പൊളിച്ച് നിൽക്കുന്ന രീതിയിലൊക്കെ കാര്യങ്ങൾ സംസാരിക്കും. അപ്പം നമുക്ക് താല്പര്യം ഇല്ലെങ്കിൽ
അല്ലെങ്കിൽ നമ്മൾ കുഞ്ഞായി പോകും എന്നൊരു വിചാരമൊന്നും വേണ്ട. നമ്മുടെ ക്യാഷാണ്, അവര് വാചകമൊക്കെ അടിച്ചിട്ട് പോകും. പക്ഷെ നമ്മളാണ് അവസാനം ഇത് സഫർ ചെയ്യേണ്ടത്. ചിലതൊന്നും നമുക്ക് ലോക്ക് ഇൻ പീരീഡ് ഒക്കെ ഉണ്ട്. എന്റെ തന്നെ ഒരു അനുഭവത്തിൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്റെ അച്ഛന്റെ കയ്യിൽ നിന്ന് എന്തോ ഒരു പോളിസി അവര് ഓരോ വർഷം 1.5 ലക്ഷം രൂപ വെച്ച് 3 വർഷം, 5 വർഷത്തെ പ്ലാൻ ആയിരുന്നു, 3 വർഷം അടയ്ക്കണം. പിന്നെ നമുക്ക് എടുക്കണമെന്ന് വെച്ചാൽ പോലും 6 വർഷം അങ്ങോട്ട് കഴിഞ്ഞിട്ട് എടുക്കാൻ പറ്റത്തില്ല. അങ്ങനെ എന്തോ ഒരു എനിക്കൊന്നും ബിർള ലൈഫ് ഇൻഷുറൻസോ അങ്ങനെ എന്തോ ഒരു സംഭവം. അത് എന്താണ് എന്തിനാണെന്ന് പോലും അറിയത്തില്ല അച്ഛന്. അങ്ങനെ പറഞ്ഞ് അവര് പഠിപ്പിച്ചു. അതായത് ഇത് ഭയങ്കര സംഭവമാണ് ഇത്. അപ്പൊ അവർക്കൊക്കെ ആകെപ്പാടെ ഉള്ളത് ഈ ടാക്സിന് ബെനിഫിറ്റ് കിട്ടുക എന്നുള്ളത് മാത്രമേ. അപ്പൊ 1.5 ലക്ഷം രൂപ 1.5 ലക്ഷത്തിന്റെ എന്തോ എന്നൊക്കെ പറഞ്ഞാണ്. ശരിക്കും ടാക്സിന് വേണ്ടിയിട്ട് നമ്മൾ ഈ LIC പോളിസി ഒക്കെ എടുക്കുന്ന ഭയങ്കര മണ്ടത്തരാണ്. നമ്മളത് കറക്റ്റായിട്ട് പ്ലാൻ ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ ഇതിന്റെ ഒന്നും ആവശ്യം വരത്തില്ല. അപ്പം അങ്ങനെയുള്ള കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് എന്താണ് കാര്യം പോലും അറിയാതെ കൊണ്ടുചെന്ന് പൈസ ഇൻവെസ്റ്റ് ചെയ്യിപ്പിച്ചു. പിന്നെ ഞാൻ പോയിട്ട് അവരുടെ തന്നെ ഓഫീസിൽ പോയിട്ട്, അതെനിക്ക് തോന്നുന്നു അതിന് എത്ര സമയത്തിനകത്ത് നമുക്ക് പറ്റൂല എന്ന് പറയാം. അപ്പം അങ്ങനെ ഒരു പോളിസി ഞങ്ങൾ അവിടെ ചെന്ന് ഓഫീസിൽ പോയിട്ട് ഇങ്ങനെ തെറ്റിദ്ധരിപ്പിച്ചാണ് എടുപ്പിച്ചത് എന്ന് പറഞ്ഞ് കംപ്ലൈന്റ് കൊടുത്തു കഴിഞ്ഞു. അവര് നമ്മൾ തുടക്കാൻ വന്നു. അപ്പൊ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഓംബുഡ്സ്മാന്റെ അടുത്ത് കംപ്ലൈന്റ് ചെയ്യും എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവരഴിഞ്ഞു. അവര് നമുക്ക് ഈ വക കാര്യങ്ങളെ പറ്റി കുറച്ചൊരു ധാരണ ഉണ്ടെങ്കിൽ ഇവർ പറ്റിക്കാൻ നിൽക്കത്തില്ല. അല്ലെ അറിയത്തില്ലെങ്കിൽ അറിയത്തില്ല എന്ന് പറഞ്ഞ് കട്ട് ചെയ്തങ്ങ് വിടാം. മിക്കവരും എനിക്ക് മനസ്സിലായിടത്തോളം ഈ പലയധികം പ്ലാൻസും, ഇപ്പം ഹെൽത്ത് ഇൻഷുറൻസ് പോളിസീസ് ആണെങ്കിലും അല്ലെങ്കിൽ ഇതുപോലുള്ള പ്രൊട്ടക്ഷൻ പ്ലാൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറെ അധികം പുതിയ കാര്യങ്ങൾ ഇറങ്ങുമ്പോൾ നമ്മുടെ അടുത്ത് വിൽക്കാനായിട്ട് വരുന്ന ആൾക്കാർ ഭയങ്കര നമ്പേഴ്സും കാര്യങ്ങളും ഒക്കെ പറയും. പക്ഷെ ശരിക്കും അത് നമ്മളായിട്ട് മനസ്സിലാക്കുമ്പോഴാണ് നമുക്ക് അതിന്റെ ബുദ്ധിമുട്ട് മനസ്സിലാകുന്നത്. ഇവർ പറഞ്ഞിട്ട് പോയി കഴിഞ്ഞാൽ അടുത്ത 2-3 മാസം കഴിയുമ്പോൾ ഇവര് ട്രാൻസ്ഫർ ആയിട്ട് പോകും. നമ്മളാണ് പിന്നെ ഇത്ര വർഷം അടയ്ക്കേണ്ടതും. നമ്മൾ ആരും ഈ ഒരു ഫുള്ള് സംഭവം വായിച്ചു നോക്കിയിട്ടല്ല നമ്മൾ ഒപ്പിടുന്നത്. അപ്പം പിന്നെ ഇതിനകത്ത് ഊരാൻ പറ്റുമെന്ന് പോലും എനിക്ക് അന്നേരത്തെ ഒരു ആവേശത്തിന് ഞാൻ അതിന് വേണ്ടിയിട്ട് നോക്കിക്കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായത്, ഓക്കെ നമുക്ക് എത്ര 21 ദിവസത്തിനകത്ത് നമുക്ക് പോയിട്ട് കംപ്ലൈന്റ് ചെയ്താൽ ഈ പൈസ ആ ഒരു പ്ലാനിൽ നിന്ന് നമുക്ക് പിൻവാങ്ങാം. അല്ലെങ്കിൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ 6 വർഷം കഴിഞ്ഞ് നമ്മൾ ഇട്ട പൈസ പോലും നമുക്ക് കിട്ടത്തുള്ളൂ. അത് കൂടുകയോ കുറയോ ഒന്നും അറിയാൻ പറ്റത്തില്ല. അപ്പൊ അങ്ങനെയൊക്കെ കാര്യങ്ങളുണ്ട്. അപ്പൊ അതിന് നമ്മൾ സ്വയം എഡ്യൂക്കേറ്റ് ചെയ്യാം. അതുപോലെ മനസ്സിലാക്കേണ്ടത് ഒരു ചെറിയ കാലയളവിൽ ഒരു പരിധി വിട്ടുള്ള റിട്ടേൺ കിട്ടും എന്ന് പറയുന്നതിൽ ഒന്നും പോയി തലവെക്കരുത്. കാരണം അത് നോർമൽ ആയിട്ടുള്ള ഒരു കാര്യമല്ല. അത് നമുക്ക് ഭയാനകം. ഇപ്പൊ റിട്ടേൺ പെട്ടെന്ന് അല്ലെങ്കിൽ കൂടുതൽ റിട്ടേൺ പറയുന്നുണ്ടോ അവിടെ റിസ്ക് ഉറപ്പായിരിക്കും. ചിലപ്പോൾ നിങ്ങളുടെ കംപ്ലീറ്റ് പൈസ പോയെന്നിരിക്കും. അതുകൊണ്ട് എല്ലാ കാര്യവും മനസ്സിലാക്കിയിട്ട് മാത്രം, വേറൊരാളുടെ പ്രഷറോ അല്ലെങ്കിൽ വേറൊരാള് പറയുന്നത് കൊണ്ടോ ഒന്നും നമ്മൾ ഒരു കാര്യത്തിൽ ഇൻവെസ്റ്റ് ചെയ്യരുത്. നമുക്ക് സ്വയം ബോധ്യപ്പെട്ട് നമുക്ക് മനസ്സിലായെങ്കിൽ മാത്രം, അത് അവരോട് മാത്രമല്ല ചോദിക്കേണ്ടത്, ഈ വരുന്ന ആൾക്കാരോട് മാത്രമല്ല, അല്ലാണ്ട് പലരോടും ചോദിച്ചിട്ട് മാത്രമേ, അല്ലെങ്കിൽ നമ്മൾ സ്വന്തമായിട്ട് മനസ്സിലാക്കിയിട്ട് മാത്രമേ ഒരു കാര്യത്തിൽ പോയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാവുള്ളൂ. അപ്പൊ ഒന്ന് കൺക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് പറയാൻ ഇത്രയേ ഉള്ളൂ. നമ്മൾ ഏൺ ചെയ്ത ക്യാഷാണ്, വേറെ ആരും ഏൺ ചെയ്തതല്ല. അപ്പൊ ഇതില് പൂർണ്ണ ഉത്തരവാദിത്തം നമുക്കാണ്. അത് കളയുവാണെങ്കിലും നമ്മൾ അത് ഇരട്ടിപ്പിക്കുകയാണെങ്കിലും പൂർണ്ണ ഉത്തരവാദിത്തം നമുക്ക് തന്നെയാണ്. അതുകൊണ്ട് നമ്മൾ ഹാർഡ് ഏൺ ചെയ്ത ആ ഒരു എമൗണ്ട് വേറൊരാളുടെ ഡിസിഷനെ ബേസ് ചെയ്തിട്ടല്ല നമ്മൾ ചെലവാക്കേണ്ടത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു സ്ഥലം മേടിക്കുകയാണെങ്കിലും ഒരു സാരി മേടിക്കുകയാണെങ്കിലും നമ്മളുടെ സ്വന്തം ഡിസിഷൻ ആയിരിക്കണം. വേറൊരാളുടെ ഇൻഫ്ലുവൻസിൽ നിന്നല്ല അത് ചെയ്യേണ്ടത്. അപ്പൊ അത് ചെയ്യാനായിട്ട് ഏറ്റവും എളുപ്പപ്പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വ്യക്തമായ ഒരു ഗോളും പ്ലാനും ഉണ്ടായിരിക്കണം. അതുമായിട്ട് അലൈൻഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് മാത്രം ഇൻവെസ്റ്റ് ചെയ്യാം, ഇല്ലെങ്കിൽ വേണ്ടാന്ന് വെക്കുക. പിന്നെ ഉള്ളത് നമ്മളെ തന്നെ എഡ്യൂക്കേറ്റ് ചെയ്യുക. ഇതുപോലുള്ള അബദ്ധങ്ങൾ, പെട്ടെന്നുള്ള റിട്ടേൺസ് ഇങ്ങനെ കുത്തി ഇപ്പം ഒത്തിരി ആപ്സ് വരുന്നുണ്ടല്ലോ, ഗെയിം കളിച്ച് പൈസ ഉണ്ടാക്കാം, റമ്മി സർക്കിളോ അങ്ങനത്തെ സംഭവങ്ങള്, അതുപോലെ മ്യൂച്വൽ ഫണ്ട്സിന്റെ ഒക്കെ സജഷൻസ് പറയുന്ന ഇൻഫ്ലുവൻസേഴ്സ്. അപ്പൊ ഞാൻ പറയുവാണെങ്കിൽ ഇപ്പൊ ഞാനും മ്യൂച്വൽ ഫണ്ട്സിനെയൊക്കെ ഭയങ്കര അധികം സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ്. പക്ഷെ ഞാനൊരു സജഷൻ തന്ന് നിങ്ങൾ അത് എടുക്കണം എന്നല്ല ഞാൻ പറയുന്നത്. നിങ്ങൾ മ്യൂച്വൽ ഫണ്ടിനെ പറ്റിയൊക്കെ പഠിച്ചിട്ട് അതിൽ ഇൻവെസ്റ്റ് ചെയ്യാം. പിന്നെ സ്റ്റോക്ക് എന്ന് പറയുമ്പോൾ എല്ലാവരും വിചാരിക്കുന്നത് ട്രേഡിംഗ് അല്ല. സ്റ്റോക്ക് ഒരു ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ള രീതിയിലാണ് നമ്മൾ എപ്പോഴും നോക്കേണ്ടത്. ഈ ട്രേഡിംഗ് എന്ന് പറയുന്നത് എല്ലാവർക്കും പറ്റിയൊരു കാര്യമല്ല. ഞാൻ ഒത്തിരി ശ്രമിച്ചിട്ടുള്ളതാണ് ട്രേഡിംഗ് ചെയ്യാനായിട്ട്, അതായത് ഡേ ട്രേഡിംഗ് ചെയ്യാനായിട്ട്. പറ്റിയിട്ടില്ല എന്ന് വെച്ചാൽ നമ്മുടെ കൈയും കാലും ഒക്കെ വിറയ്ക്കും. പിന്നെ അത്രയും അധികം കാര്യങ്ങൾ നമ്മുടെ തലയിൽ പ്രോസസ് ചെയ്യണം. പിന്നെ ഇതിനകത്ത് ഇമോഷൻസ് ഭയങ്കരമായിട്ട് നമുക്ക് പണി തരുന്നൊരു സംഭവമാണ്. അപ്പൊ ഞാൻ ട്രൈ ചെയ്ത് പറ്റിയിട്ടില്ല എനിക്ക്. അത് എല്ലാവർക്കും പറ്റുന്നതല്ലെന്നാണ് ഞാൻ പറഞ്ഞത്. പറ്റുന്ന ആൾക്കാരുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. അപ്പൊ നമുക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു ഷോർട്ട് ടേം ട്രേഡൊക്കെ അല്ലെങ്കിൽ ഷോർട്ട് ടേം ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് നമുക്ക് നോക്കാം. അല്ലെങ്കിൽ എപ്പോഴും സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് വേണ്ട എന്ന് വെച്ചേക്കുന്ന ക്യാഷ് മാത്രമേ ഇടാവുള്ളൂ. അപ്പൊ ഞാൻ എപ്പോഴും ചെയ്യുന്നത് സ്റ്റോക്കിൽ കുറച്ച് ലംസം എമൗണ്ട് കിട്ടിക്കഴിഞ്ഞാൽ കുറേ അധികം വർഷത്തേക്ക് അങ്ങ് ഇടുവാണ്. ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നോക്കത്തില്ല, അത് താന്നോ പൊങ്ങിയോ ഒന്നും നോക്കത്തില്ല.
അവിടെ കിടക്കട്ടെ. കാരണം നോക്കും തോറും നമുക്ക് ടെൻഷനാവും. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പോട്ടെ, ഇപ്പൊ ഈ മാസം എനിക്ക് 2000-2500 രൂപ എക്സ്ട്രാ ഉണ്ട് ചെലവാക്കാനെങ്കിൽ ഞാൻ അതിൽ കൊണ്ടിടും, സ്റ്റോക്കിൽ കൊണ്ടിടും. അത് ചിലപ്പോൾ 5 വർഷം കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ 10 വർഷം കഴിഞ്ഞിട്ടായിരിക്കും നമുക്കൊരു റിട്ടേൺ കിട്ടുന്നത്. അല്ലെങ്കിൽ ആ സമയത്ത് എന്തായാലും ഇത് പൊങ്ങിയിട്ടുണ്ടാവും. ആ ഒരു കൺസെപ്റ്റിലാണ് ഞാൻ എപ്പോഴും സ്റ്റോക്കിൽ കൊണ്ടിടുന്നത്. ശരിക്കുള്ള ഇൻവെസ്റ്റ്മെന്റ്സ് എല്ലാം മ്യൂച്വൽ ഫണ്ട്സിലാണ്. അപ്പൊ ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി വർഷം എടുത്ത് പഠിച്ചും ഇപ്പൊ കറക്റ്റ് കംപ്ലീറ്റ് എല്ലാ കാര്യം എനിക്ക് അറിയാമെന്ന് ചോദിച്ചാൽ ഇല്ല. ഞാൻ എന്റേതായ റിസ്കിൽ എന്റേതായ തീരുമാനത്തിൽ എടുക്കുന്ന കാര്യങ്ങളാണ്. അപ്പം കുറെയൊക്കെ തെറ്റുമ്പോൾ നമുക്ക് പഠിക്കാൻ പറ്റും കുറേയധികം കാര്യങ്ങൾ. അപ്പൊ അങ്ങനെ തന്നെയാണ് ഓരോരുത്തരും ചെയ്യേണ്ടത്. അല്ലാതെ വഴി കൂടെ പോകുന്ന ഒരാളോ അല്ലെങ്കിൽ അവരുടെ ടാർഗറ്റ് തികയ്ക്കാനോ വേണ്ടിയിട്ട് നമ്മളെ ഒരു കാര്യത്തിൽ ഒരു കുഴി കൊണ്ട് ചാടിക്കുക എന്ന് പറയുന്നത് ഒട്ടും ആക്സെപ്റ്റബിൾ അല്ല. അത് തീരുമാനം എടുക്കേണ്ടത് നിങ്ങൾ തന്നെയാണ്. നിങ്ങൾ അധ്വാനിച്ച പൈസ, നിങ്ങളുടെ ഡിസിഷൻ, നിങ്ങളുടെ തീരുമാനം മറ്റൊരാളെ അതിനകത്ത് ഇൻഫ്ലുവൻസ് ചെയ്യാൻ അനുവദിക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോ നമുക്ക് കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടോ അല്ലെങ്കിൽ വീഡിയോ ഉപകാരപ്പെട്ടോ, എന്തെങ്കിലും ഗുണം ഇതുകൊണ്ട് കിട്ടിയിട്ടുണ്ടോ എങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാനായിട്ടും കൂടെ ട്രൈ ചെയ്യാൻ. അടുത്ത വീഡിയോ നമുക്ക് കാണാം.